നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാള പഴയ ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു ആസ്വാദനമാണ്. അതായത് വരികളിലൂടെ എൻ്റെ ഒരു അർത്ഥതലങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആസ്വാദനം. അതിനുവേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്താനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ആ പാട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പാട്ടിനെക്കുറിച്ചൊരു ക്ലൂ തരാം. ആ ക്ലൂവിൽ നിന്ന് പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊന്ന് ശ്രമിച്ചു നോക്കണം. ഓക്കെ. ഈ പാട്ടിൻ്റെ വിഷ്വൽസിൽ സാധാരണ മലയാള ചലച്ചിത്ര ഗാനത്തിൽ ഒരു പാട്ടിലും കാണാത്ത സൈസ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷ്വൽസ് വരുന്നുണ്ട്. അതെന്താ നോക്കാം. എന്താണ് വിഷ്വൽസിൽ വരുന്നത്? ഗാന്ധിജി വരുന്നുണ്ട്, യേശുദേവൻ വരുന്നുണ്ട്, പിന്നെ മെഡിസിൻസിൻ്റെ പേര് വരുന്നുണ്ട്. ഡയാഫോൺ, ഡാപ്സോൺ, മൾട്ടിവിറ്റമിൻ, B12. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും പാട്ട്? ഒരു ഗസ്. പാട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാമോ? ഇത് 1967 ഇറങ്ങിയ അശ്വമേധം എന്ന സിനിമയിലേതാണ്. അഭിനേതാക്കൾ സത്യൻ, ഷീല. സംഗീതം ദേവരാജൻ മാസ്റ്റർ, രചന വയലാർ, പാട്ട് പാടിയത് സുശീലാമ്മ. ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു, അശ്വരഥത്തിലെഴുന്നള്ളുന്നു ശില്പി, യുഗശില്പി. ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു. വളരെ നല്ലൊരു സിനിമയാണ് അശ്വമേധം. അതിലത്തെ പ്രമേയവും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, കുഷ്ഠരോഗത്തിനെതിരായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ളതാണ് ആ സിനിമ. നല്ല മെസ്സേജ്, സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണത്. ഉദയഗിരി ചുവന്നു. ഈ ചുവപ്പ് എന്ന് പറയുന്നത് വിപ്ലവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അതുവരെ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് കാതലായ ഒരു മാറ്റം, അതാണല്ലോ വിപ്ലവം എന്ന് പറയുന്നത്. ആ ഒരു വിപ്ലവത്തിൻ്റെ ഒരു ഇതാണ് ചുവപ്പ്. അതേസമയം ഒരു പ്രഭാതത്തിലും ഈ ചുവപ്പ് വരുന്നുണ്ട് അല്ലേ? സൂര്യൻ ചുവന്നിട്ടായിരിക്കും പ്രഭാതത്തിൽ. അപ്പോൾ ഉദയഗിരി ചുവന്നു, രണ്ടർത്ഥത്തിൽ കൊടുക്കാം. ആ സിംബോളിക്കാണതല്ല. ഇപ്പോൾ വയലാറിൻ്റെ വരികളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള ഓരോ വാക്കുകളിലൂടെ അത് അദ്ദേഹം കാണിക്കുകയാണ്. ഉദയഗിരി ചുവന്നു, അതായത് എന്തോ ഒരു പുതിയ പ്രഭാതം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു വിപ്ലവം വരാൻ പോകുന്നു. എന്തിനെ കുറിച്ചാണ് വരാൻ പോകുന്നത്? ഒരു യുഗം ഉണരുന്നു. യുഗം എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ ഒരു വലിയൊരു കാലയളവ്, യുഗം. അതായത് പുതിയൊരു ഇനി മുന്നോട്ടുള്ള വഴി വളരെ വിശാലവും വളരെ വ്യത്യസ്തവുമായിട്ടുള്ള പുതിയൊരു വഴി, പുതിയ ജീവിതം, ഇതെല്ലാം തരുന്ന ഒരു യുഗം എന്ന് പറയുന്നത്. ഒരു യുഗപ്പിറവി എന്നൊക്കെ പറയില്ലേ? അതായത് ഒരു വളരെയധികം മാറ്റങ്ങളോടുകൂടിയൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതിനാണ് ഇത് ശാസ്ത്രയുഗം എന്ന് പറയും. പിന്നെന്താണ്? കമ്പ്യൂട്ടർ യുഗം എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഒരു യുഗമുണരുന്നു, പുതിയൊരു യുഗമുണരുന്നു. അശ്വരഥത്തിൽ എഴുന്നള്ളുന്നു ശില്പി, യുഗശില്പി. അപ്പോൾ ആ അശ്വരഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുതിര കെട്ടി വലിക്കുന്ന രഥം. ആ രഥത്തിൽ എഴുന്നള്ളുകയാണ്. ആരാണ്? ഇത് രണ്ടർത്ഥത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന്, ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് യുഗശില്പി എന്ന് പറയുന്നത്. ശാസ്ത്രത്തിനെ അശ്വരഥത്തിൽ എഴുന്നള്ളിക്കൊഴിച്ച് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ഈ സിനിമയിലെ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിലൊരു ഈ ലെപ്രസിക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറെയാണ് കാണിക്കുന്നത്. സത്യനാണ് ആ റോൾ ചെയ്യുന്നത്. അപ്പോൾ അശ്രാന്ത പരിശ്രമത്തിലൂടെ ആ നാട്ടിലെ അസുഖങ്ങളെല്ലാം ലെപ്രസി അസുഖങ്ങളെല്ലാം മാറ്റിയെടുക്കുന്ന ഈ ഡോക്ടറെയും ഒരുപക്ഷെ ഈ യുഗശില്പി എന്നുള്ള ഡെഫിനേഷനിൽ പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ വിപ്ലവങ്ങളാണ് കാണിക്കുന്നത് അതിൽ. അപ്പോൾ അതും ഈ വേർഡിനൊരു വ്യാഖ്യാനമാവാം.
ഇതിഹാസങ്ങൾ മന്ത്രം ചൊല്ലും ഈ യാഗഭൂമികളിൽ ഉയരുകയല്ലോ പുതിയൊരു ജീവിത പുനരുജ്ജീവനഗീതം. അന്ധകാരമേ അന്ധകാരമേ അകലെ അകലെ അകലെ. അതായത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രയുഗത്തിൻ്റെ ഒരു ആവിർഭാവം, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഋതുദേവതമാർ താലമുയർത്തും ഈ രാജവീഥികളിൽ ഉയരുകയല്ലോ ശാസ്ത്രയുഗത്തിൻ പുതിയ കുളമ്പടിനാദം. വിശ്വസത്യമേ വിശ്വസത്യമേ ഇതിലേ ഇതിലേ ഇതിലേ. ഋതുദേവതമാർ താലമുയർത്തും ഈ രാജവീഥികളിൽ. അതായത് ഋതുക്കളാൽ നിയന്ത്രിക്കപ്പെട്ട കാലം അല്ലെങ്കിൽ ഈ നാട്, ഇതെല്ലാം നമുക്ക് അർത്ഥമാക്കാം. 4 ഋതുക്കൾ മാറി മാറി വരുന്നു. നമ്മൾ ആ ഒരു മെക്കാനിക്കൽ ലൈഫിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ആ ഋതുക്കൾ ആസ്വദിച്ചുകൊണ്ട് പോകുന്നു. എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഉയരുകയല്ലോ ശാസ്ത്രയുഗത്തിൻ പുതിയ കുളമ്പടി നാട്. അതായത് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു ശാസ്ത്രയുഗം, ഒരു പുതിയ കുളമ്പടി ശബ്ദമായി. കുതിരമാരി വിശ്വസത്യമേ വിശ്വസത്യമേ 2 പ്രാവശ്യം വിളിക്കുകയാണ്. അതായത് വിശ്വത്തിൽ നമ്മൾ കാണപ്പെടുന്ന സത്യങ്ങൾ ഈ ശാസ്ത്രങ്ങളാണ്, അല്ലേ, കാണപ്പെടുന്ന ശാസ്ത്രങ്ങൾ. അപ്പോൾ ഈ സത്യങ്ങളെ വഴിതിരിച്ച് വിടുകയാണ് നമ്മുടെ അവിടേക്ക്. ഇതിലേ 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 വരൂ വിശ്വസത്യമേ. നല്ലൊരു മെസ്സേജാണ് ഈ ഒരു പാട്ടിൽ വരുന്നത്. പിന്നെ ഈ പാട്ടിൻ്റെ അവസാനത്തിൽ ഷീല, ഈ അഭിനേതാവ് ഷീല കൈയിലേക്ക് നോക്കി ആ ഒരു മുഖത്തെ എക്സ്പ്രഷനൊന്ന് കാണേണ്ടതാണ്. ആ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഈ ഡോക്ടറുടെ ചികിത്സയുടെ ഭാഗമായി കുഷ്ഠരോഗമൊക്കെ പൂർണ്ണമായിട്ടും ഭേദമായിട്ട് കയ്യിൽ നോക്കിയിട്ടാണ് ആ വിടർന്ന ആ ഒരു അത്ഭുതത്തോടു കൂടിയിട്ടുള്ളതാണ് ആ ലാസ്റ്റ് വരികൾ വരിക. ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു, അശ്വരഥത്തിലെഴുന്നള്ളുന്നു ശില്പി യുഗശില്പി. അതിൽ സത്യൻ മാഷ ഒരു സിറിജൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം തന്നെ കാണിക്കുന്നത്. ഈ യുഗശില്പി എന്ന ആ പാട്ടിൽ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ആ ഡോക്ടറെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്ന ആ വിശാലമായിട്ട് അർത്ഥത്തിലും ആവാം. എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ സുശീലാമ്മയുടെ ഒറിജിനൽ ശബ്ദത്തിൽ നിങ്ങൾക്കത് കേൾക്കാം, ആസ്വദിക്കാം. ഈ അർത്ഥങ്ങളും കൂടി ഒന്ന് മനസ്സിലിരുത്തിയിട്ട് ആസ്വദിക്കുമ്പോൾ ആസ്വാദന നിലവാരം ഒന്നുകൂടി കൂടും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ കവിതയുടെ അർത്ഥത്തിലും വ്യാഖ്യാനത്തിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം കേട്ടോ. അപ്പോൾ നമുക്കത് തിരുത്താനും പറ്റും, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവാനും പറ്റും. ഇത് എൻ്റെ തലയിൽ ഉദിച്ച ആ ഒരു ആസ്വാദനം ഞാൻ അതുമാതിരി പറഞ്ഞു എന്നേ ഉള്ളൂ. പല ആൾക്കാരും പല രീതിയിലായിരിക്കും ആസ്വദിക്കുന്നുണ്ടാവുക, പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. അതെല്ലാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. നാം അത് ബാക്കി വ്യൂവേഴ്സിനും അത് സഹായമാവും, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആംഗിളിൽ കൂടെ ആ പാട്ടിനെ കാണാനും പറ്റും. ഇനിയും ഇതുമാതിരി പാട്ടുകളുടെ എപ്പിസോഡുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ബായ്.